വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ സയൻസിൻ്റെ 7ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ മനുഷ്യ ശരീരം ഒരു വിസ്മയം, രക്തപര്യനം, വിസർജനം, നാഡീയ ഏകോപനം. ഇതുപോലൊരു പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നറിയോ? 5ാമത്തെ ചാപ്റ്റർ കേട്ടോ. അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ, കാരണം നമ്മുടെ ശരീരമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകളാണ് കുഞ്ഞുങ്ങളെ ഇതിനകത്തിൽ പറയുന്നത്. അതിനകത്തിൽ എങ്ങനെയായിരുന്നു പറഞ്ഞത്? മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനവും ശ്വസനവും എന്ന് പറയുന്നതാണ് ഇല്ലേ? അതിനകത്തിൽ നമ്മൾ പോഷണം എന്താണ്, മിൽക്ക് ടീത്ത്, പിന്നെ പെർമനന്റ് ടീത്ത് അല്ലേ, പല്ലുകളെ കുറിച്ച് നമ്മളെല്ലാം പഠിച്ചു. പിന്നെ വായിലെ നാക്കിനെ കുറിച്ച് പഠിച്ചു ഇല്ലേ? പിന്നെ നമ്മൾ ആഹാരം കഴിക്കുന്ന അന്നനാളത്തെക്കുറിച്ച്, പിന്നെന്താ കുഞ്ഞുങ്ങളെ ചെറുകുടലിനെ കുറിച്ച്, ചെറുകുടലിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പഠിച്ചു. പോഷണത്തിൻ്റെ ഘട്ടങ്ങളെക്കുറിച്ചാണ് സത്യത്തിൽ നമ്മൾ പഠിച്ചിരുന്നത്. എന്താ കുഞ്ഞുങ്ങളെ? പോഷണത്തിൻ്റെ അല്ലേ സ്റ്റേജസ് ഓഫ് ന്യൂട്രിഷൻ എന്ന് പറയുന്നതാണ് അതിനകത്ത് പഠിച്ചത്. ഇത് എന്തിനാ ഇപ്പോൾ പറയുന്നതല്ലേ? അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ ഈ പാഠവും വന്നിരിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ ഇഞ്ചക്ഷൻ ചെയ്യുക, ആഹാരം സ്വീകരിച്ചു, അത് കഴിഞ്ഞ് അത് ദഹനം നടന്നു, പിന്നെ അബ്സോർബ് ചെയ്തു, അത് ആഗിരണം ചെയ്തു, അസിമിലേഷൻ ചെയ്തു, സ്വാംശീകരണം നടന്നു, അതിനുശേഷം അത് വിസർജനം ചെയ്തു. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ആ പാഠത്തിൽ. പിന്നെ ശ്വസനത്തെക്കുറിച്ചും പഠിച്ചു അല്ലേ? റെസ്പിറേഷനുകളെ കുറിച്ചുമാണ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പോൾ ഇനി പഠിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. എന്തായിരിക്കും കുഞ്ഞുങ്ങളെ? റെസ്പിറേഷൻ, അതിൻ്റെ എല്ലാ നോട്ടുകളും, അഥവാ അത് എഴുതാത്തവർ ക്രിസ്മസ് പരീക്ഷയ്ക്കുണ്ട് കുഞ്ഞുങ്ങളെ, എഴുതാത്തവരുണ്ടെങ്കിൽ ആ പാഠം എടുത്ത് നോക്കണേ. ചാപ്റ്റർ 5 ഹ്യൂമൻ ബോഡിയെ വണ്ടർ, ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ അല്ലേ? ഇവിടെ എന്താണ്? മനുഷ്യ ശരീരം ഒരു വിസ്മയം, രക്തപര്യനം, വിസർജനം, നാഡീയ ഏകോപനം. ഞാൻ അതിൻ്റെ എല്ലാം നോട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ചാപ്റ്ററിൻ്റെ പേര് നോക്കിയേ, ഹ്യൂമൻ ബോഡി എ വണ്ടർ, സർക്കുലേഷൻ, എക്സ്ക്രീഷൻ ആൻഡ് നെർവ്സ് കോഓർഡിനേഷൻ. എൻ്റെ മലയാളം കണ്ടോ? ഈ മലയാളം വായിച്ചിട്ട് അറിയാൻ വയ്യാത്തവർക്ക് ഇംഗ്ലീഷ് കണ്ടോ കുഞ്ഞുങ്ങളെ? കണ്ടോ? ഇത് നോക്കി പഠിക്കണേ കേട്ടോ. അത് പേരെന്താന്ന് പഠിക്കണേ. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് ഞാൻ വായിക്കാം. അപ്പം എന്നിട്ട് അതിൻ്റെ നോട്ട് തരാം കേട്ടോ. ടെസ്റ്റ് വായിച്ച് എന്തുവാന്നൊന്ന് നോക്കിയിട്ട് നമുക്ക് പോവാം. നോക്കിയേ, ചിത്രം നിരീക്ഷിക്കൂ. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് കണ്ടോ? ചിത്രം നിരീക്ഷിക്കൂ. നോക്കിയേ, കടുത്ത പനി ബാധിച്ച് 2 ദിവസമായി ആഹാരം കഴിക്കാതെ അവശനായ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർ മരുന്നിനൊപ്പം ഗ്ലൂക്കോസിൻ്റെ ഡ്രിപ്പ് കൂടി നൽകാൻ നിർദ്ദേശിച്ചു. ഗ്ലൂക്കോസ് എന്താണ് ഡോക്ടർ പറഞ്ഞത്? മരുന്നിനൊപ്പം ഗ്ലൂക്കോസ് ഡ്രിപ്പ് കൂടി നൽകാൻ നിർദ്ദേശിച്ചു. എന്തിനാണ് ചില മരുന്നുകളും ഗ്ലൂക്കോസും രക്തത്തിലേക്ക് നേരിട്ട് കുത്തിവെക്കുന്നത്? രക്തത്തിലേക്ക് കടത്തിവിടുന്ന ഗ്ലൂക്കോസ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുമോ? ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ചെറുകുടലിൽ വെച്ച് ആഹാരം പൂർണ്ണമായി ദഹിക്കുമ്പോൾ വേർതിരിയുന്ന പോഷക ഘടകങ്ങളും ശ്വസനഫലമായി ശ്വാസകോശങ്ങളിൽ എത്തിച്ചേർന്ന ഓക്സിജനും കോശങ്ങളിൽ എത്തിച്ചേരേണ്ടതുണ്ടല്ലോ. ഇവ എങ്ങനെയാണ് കോശങ്ങളിൽ എത്തുന്നത്? നിങ്ങളുടെ ഊഹം അവിടെ കുറിച്ചെഴുതാനാണ് ചോദിക്കുന്നത് കേട്ടോ. നോക്കൂ, ഞാൻ അടുത്തത് എന്താണ് സർക്കുലേറ്ററി സിസ്റ്റം? എന്താണ് രക്തപര്യന വ്യവസ്ഥ അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റം? എന്താ കുഞ്ഞുങ്ങളെ? ചെറുകുടലിലെ വില്ലസുകൾ ആഗിരണം ചെയ്യുന്ന പോഷക ഘടകങ്ങളും ശ്വസനഫലമായി ലഭിക്കുന്ന ഓക്സിജനും കോശങ്ങളിൽ എത്തുന്നു. ഈ വില്ലസുകൾ എന്നൊക്കെ എന്തായാലേ നിങ്ങൾക്കത് അറിയത്തില്ലെങ്കിലേ, ഇപ്പം നമ്മൾ 24 മണിക്കൂറും യൂട്യൂബിലെ അമ്മയോ അച്ഛനോ ഫോണൊന്നോ താത്ത് വെക്കാൻ ഇരിക്കുക, അതെടുത്ത് വെച്ചിരുന്ന് ഗെയിം നോക്കലോ എന്തെങ്കിലും ഒക്കെ നോക്കുന്നത് അല്ലേ? അപ്പം നോക്കി അതിനകത്തിൽ നിങ്ങൾ ഈ വില്ലീസ് കേട്ടോ, അതൊന്ന് അടിച്ചു കൊടുക്കുമ്പോഴേ എന്താണെന്ന് നമുക്കത് അറിയാൻ പറ്റും. കണ്ട് അത് പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, അതെന്താണെന്ന് നിങ്ങൾ അറിഞ്ഞ് പഠിക്കാമെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. എന്താ നിങ്ങളെ? വില്ലസുകൾ. ചെറുകുടലിലെ വില്ലസുകൾ എന്ന് വെച്ചാൽ നമ്മുടെ ഫിംഗറുകളുണ്ടല്ലോ, കയ്യിലെ ഈ വിരലുകൾ പോലെ അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും, കണ്ട് പഠിക്കുമ്പോൾ എളുപ്പം പഠിക്കാൻ കുഞ്ഞുങ്ങൾ കേട്ടോ. അതുകൊണ്ടാണ് ചെറുകുടലിലെ വില്ലസുകൾ ആഗിരണം ചെയ്യുന്ന പോഷക ഘടകങ്ങളും ശ്വസനഫലമായി ലഭിക്കുന്ന ഓക്സിജനും കോശങ്ങളിൽ എത്തുന്നു. എവിടെ എത്തുന്നു? കോശങ്ങളിൽ എത്തുന്നു, സെല്ലിൽ അല്ലേ? എന്നിട്ടോ ഈ ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത് രക്തമാണ്. ഇതൊക്കെ ചെയ്യുന്ന ആരാ? രക്തമാണ്. രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം എന്നിവ ചേർന്ന സംവിധാനമാണ് രക്തപര്യന വ്യവസ്ഥ. അത് ഞാൻ ക്വസ്റ്റ്യൻ ആൻസറിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി മനുഷ്യന്റെ രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതെല്ലാം എന്ന് ചിത്രം നിരീക്ഷിച്ച് രേഖപ്പെടുത്തൂ. നോക്കിയേ, അത് ഞാൻ എഴുതിയിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷക ഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമാണ് രക്തപര്യന വ്യവസ്ഥയുടെ ഒരു പ്രധാന ധർമ്മം. അതൊരു 3 മാർക്കിൻ്റെ ചോദ്യം കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാരാണെങ്കിലും അത് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. എന്താ ഇതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യം. എന്താ കുഞ്ഞുങ്ങളെ പറഞ്ഞത്? അതായത് ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷക ഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതും
ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമാണ് രക്തപര്യന വ്യവസ്ഥയുടെ പ്രധാന ധർമ്മം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഇത് പ്രധാനപ്പെട്ടതാണ് കുഞ്ഞുങ്ങളെ. രക്തം അല്ലേ, ബ്ലഡിനെ കുറിച്ച് നമ്മൾ രക്തപര്യന വ്യവസ്ഥ എന്ന് വെച്ചാൽ സർക്കുലേറ്ററി സിസ്റ്റം എന്നാണ് അല്ലേ. ഇനി നമ്മൾ ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബ്ലഡിനെ കുറിച്ച് പഠിക്കുന്നത് അല്ലേ. മനുഷ്യൻ്റെ രക്തത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി എല്ലാം ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട നോക്കണേ. നമ്മുടെ രക്തത്തിൻ്റെ നിറം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്താ നമ്മുടെ രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? ഹീമോഗ്ലോബിൻ എന്ന വസ്തുവിൻ്റെ സാന്നിധ്യമാണ് രക്തത്തിന് ചുവപ്പ് നിറത്തിന് കാരണം. എല്ലാ ചോദ്യവും ഉത്തരവും തന്നെ നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇനി തപ്പി നിങ്ങൾ നടക്കണ്ട. എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരവും എന്ത് വർണ്ണവസ്തുവാണ് നമ്മുടെ രക്തത്തിൻ്റെ ചുവപ്പ്? നമ്മുടെ രക്തം ചുവന്ന കളറല്ലേ. ഈ ചുവപ്പ് കളർ വരാൻ കാരണം എന്താവും നിങ്ങളെ? ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവാണ്. ആ ചോദ്യവും ഉത്തരവും അതിലുണ്ട്, പേടിക്കേണ്ട കുഞ്ഞുങ്ങളെ, ഞാൻ എഴുതിയിട്ടുണ്ട്. ഹീമോഗ്ലോബിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്താ? ഇനി ഇതിൻ്റെ പ്രധാന ഘടകങ്ങൾ ഇരുമ്പും പ്രോട്ടീനുമാണ്. എന്താ നിങ്ങളെ? ഇരുമ്പും പ്രോട്ടീനുമാണ്. ഇരുമ്പടങ്ങിയ ആഹാരം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താ നമ്മളെ ബ്ലഡിനകത്തിൽ അത് വേണം. അതുകൊണ്ടാണ് ഇരുമ്പടങ്ങിയ ചില ഭക്ഷ്യവസ്തുക്കൾ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഇത്തരത്തിലുള്ള മറ്റ് ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ എന്നാണ് പറയുന്നത്. അടുത്ത നോക്കിക്കേ, ശ്വാസകോശം. ഇവിടെ പിക്ചർ കൊടുത്തേക്കുന്നുണ്ടോ? എന്താ? ഈന്തപ്പഴം, കോഴിമുട്ട, മുരിങ്ങയില, ഇതിൻ്റെയൊക്കെ പടം കൊടുത്തിരിക്കുന്നത്. ശ്വാസകോശത്തിൽ നിന്നും കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കോശങ്ങളിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിൽ രക്തത്തിലെ ഹീമോഗ്ലോബിൻ പ്രധാന പങ്ക് വഹിക്കുന്നു. അതൊരു ചോദ്യം. ഹീമോഗ്ലോബിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് എന്താ? അല്ലെ എൻ്റെ ജോലി എന്താ നിങ്ങളെ? നമ്മുടെ ശ്വാസകോശത്തിൽ നിന്നും കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും ഓക്സിജൻ കൊണ്ട് കൊടുക്കണ്ടേ, എത്തിക്കുകയും എന്നിട്ട് ആ സെല്ലിൽ അല്ലെ കോശങ്ങളിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് ഓക്സിജൻ കൊണ്ട് എത്തിക്കണം അല്ലേ. എന്നിട്ടോ കാർബൺ ഡയോക്സൈഡ് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിൽ ആർക്ക് പങ്കുണ്ട്? രക്തത്തിലെ ഹീമോഗ്ലോബിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ചോദ്യം കേട്ടോ. ഇനി നോക്കൂ നിങ്ങളെ, രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ. ഇനി ഈ രക്തത്തിൽ നമ്മൾ ഒരു തുള്ളി ബ്ലഡ് അവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടോ? ഈ രക്തത്തിൽ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയക്കാരാണെങ്കിൽ അതിൻ്റെ മലയാളം അർത്ഥം കേട്ടോണേ കുഞ്ഞുങ്ങളെ കേട്ടോ. രക്തത്തിലെ ഘടകങ്ങൾ എന്തെല്ലാം? നമ്മൾ ഒരു തുള്ളി ബ്ലഡ് ആണെങ്കിലും അതിനകത്തിൽ എന്തൊക്കെയുണ്ട് വല്ലതും അറിയാമോ? നോക്കൂ നിങ്ങളെ, അതിലെ പ്ലാസ്മ എന്തുകൊണ്ട്? ഇനി ആയാലും ഈ പറഞ്ഞോണം കേട്ടോ, ഇതുവരെ ഉള്ളതെല്ലാം പോട്ടെ, ഒന്നും അറിയത്തില്ല എന്ന്. പക്ഷേ ഇനി പറയണം നമ്മുടെ ബ്ലഡിൽ അല്ലെ രക്തത്തിൽ എന്തൊക്കെയുണ്ട്. പ്ലാസ്മ എന്താണ്? ഈ പ്ലാസ്മ അത് രക്തത്തിൻ്റെ ദ്രാവക ഭാഗം. നമ്മുടെ ഈ വെള്ളം എന്താണ്? ലിക്വിഡ് അല്ലേ, ദ്രാവക ഭാഗമാണ്. ഇളം മഞ്ഞ നിറമാണ്. ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നു. ഈ പ്ലാസ്മ എന്നാൽ എന്താന്ന് ചോദിച്ചാൽ എന്താണ്? രക്തത്തിൻ്റെ ദ്രാവക ഭാഗം ഇളം മഞ്ഞ നിറമാണ്. ഗ്ലൂക്കോസിന് പ്ലാസ്മയ്ക്ക് എന്താണ്? ഇളം മഞ്ഞ നിറമാണ്. ഇത് ഗ്ലൂക്കോസിനെ കൊണ്ടുവന്ന് കോശങ്ങളിൽ കൊടുക്കുന്ന ജോലിയാണ് പ്ലാസ്മയ്ക്കുള്ളത്. എന്നാൽ പ്ലേറ്റ്ലെറ്റോ? പേര് പറയാൻ അറിയണേ, നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ പേര് നല്ലപോലെ കേൾക്കണേ നിങ്ങളെ. പ്ലേറ്റ്ലെറ്റ് കേട്ടോ, പ്ലേറ്റ്ലെറ്റ്. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ഒരാളാണ് പ്ലേറ്റ്ലെറ്റ്. നമ്മുടെ കൈയൊക്കെ എവിടെയെങ്കിലും ഒന്ന് മുറിയുവാണെങ്കിൽ ചോര ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കത്തില്ലേ അല്ലേ, ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. അത് പെട്ടെന്ന് ചിലപ്പോൾ അങ്ങ് ഇങ്ങനെ കെട്ടിയൊക്കെ വെക്കുമ്പോൾ അങ്ങ് നിൽക്കും അല്ലേ. പിന്നെന്താ? ആ വലുതായിട്ടുള്ള അതൊക്കെ നിന്ന് അങ്ങ് നിൽക്കും അല്ലേ. അതിന് കാരണം എന്താ? നമ്മുടെ ബ്ലഡിലുള്ള പ്ലേറ്റ്ലെറ്റ് കൊണ്ടാണ്. പ്ലേറ്റ്ലെറ്റ് പേര് മറക്കല്ലേ. ഇനി നോക്കിയേ, വെളുത്ത രക്തകോശമുണ്ട്, ചുവന്ന രക്തകോശമുണ്ട് അല്ലേ. വൈറ്റ് ബ്ലഡ് സെല്ലും റെഡ് ബ്ലഡ് സെല്ലും. എന്താ ഈ വൈറ്റ് ബ്ലഡ് സെല്ല്? അത് നിശ്ചിത ആകൃതിയൊന്നുമില്ല, ഡിഫറൻസ് ഉണ്ട് കേട്ടോ. RBCയും WCBയും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. എന്താണ്? നിശ്ചിത ആകൃതിയില്ല. ഈ WBC എന്ന് വെച്ചാൽ വൈറ്റ് ബ്ലഡ് സെല്ല്, വൈറ്റ് വെളുത്ത രക്തകോശം. എന്താ? അതിനൊരു ആകൃതി ഒന്നുമില്ല. പിന്നോ അതിന് മർമ്മമുണ്ട്. മർമ്മം കേട്ടോ, മർമ്മം. പിന്നെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഞാനത് എഴുതിയിട്ടുണ്ട്, അന്നേരം പറയാം. പിന്നെ ഡിസ്കിൻ്റെ ആകൃതിയാണ്. ഡിസ്ക് അല്ലേ, CD ഡിസ്ക് ഇല്ലേ, ഡിസ്കിൻ്റെ ആകൃതിയാണ്. ഇതിന് മർമ്മമില്ല. ഇതിന് മർമ്മമുണ്ട്, വെളുപ്പിന് മർമ്മമുണ്ട്, പക്ഷെ ചുവപ്പിന് മർമ്മമില്ല. ഹീമോഗ്ലോബിൻ ഈ ആറിനകത്തിൽ കേട്ടോ, രക്തത്തിന് ചുവപ്പ് കളർ കൊടുക്കുന്ന ഹീമോഗ്ലോബിൻ ആയതുകൊണ്ട് ഹീമോഗ്ലോബിൻ അതിൽ അടങ്ങിയിരിക്കുന്നു. പിന്നെ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് എന്നിവയുടെ വിനിമയം. ഇവിടെ വിശകലനം ചെയ്ത് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി ചർച്ച ചെയ്ത് നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പുസ്തകം ഉണ്ടോ? ഉണ്ടോ നിങ്ങളെ?
ശാസ്ത്ര പുസ്തകം എന്ന് പറയുന്നൊരു പുസ്തകം ഉണ്ടോ? നോക്കൂ ഞങ്ങൾ, രക്തത്തിൻ്റെ ദ്രാവക ഭാഗം ഏതാണ്, രക്തകോശങ്ങൾ ഏതെല്ലാം, പ്ലേറ്റ്ലെറ്റുകളുടെ ധർമ്മം എന്താണ്, ഹീമോഗ്ലോബിൻ കാണപ്പെടുന്ന രക്തകോശം ഏതാണ്, വെളുത്ത രക്തകോശങ്ങളും ചുവന്ന രക്തകോശങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം. കണ്ടോ, അത് ഞാൻ നോട്ടിനകത്തുള്ള കേട്ടോ. ഇപ്പം തന്നെ ഞാൻ നോട്ട് പറയാം, നോക്കിക്കോണേ. അടുത്ത നമ്മൾ രക്തപര്യനം. ഈ രക്തക്കുഴലിലൂടെ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും സഞ്ചരിക്കുന്നു. എന്താ നിങ്ങളെ രക്തക്കുഴൽ കേട്ടോ, ഈ കുഴലുകളൊക്കെ ഉണ്ട് ഇവിടെ പടത്തി കൊടുത്ത് കണ്ടോ. ഈ കുഴലിനകത്തിൽ കൂടെ എന്താവും ഞങ്ങളെ രക്തക്കുഴലിലൂടെ രക്തം ശരീരത്തിൻ്റെ എവിടെയെങ്കിലും ഇല്ലാതുണ്ടോ, രക്തം എങ്ങോട്ടെങ്കിലും ഇല്ലാതുണ്ടോ നിങ്ങൾ എല്ലാ ഭാഗത്തും എത്തുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര തരം രക്തക്കുഴലുണ്ട്? ഈ കുഴലിൽ കൂടെ എല്ലായിടവും പോകുന്നെന്ന് പറഞ്ഞല്ലോ, നമുക്ക് എത്ര രക്തക്കുഴലുണ്ടോ നിങ്ങളെ? 3 എണ്ണം ഉണ്ട് കേട്ടോ. എത്ര? 3. ധമനികള്, സിരകള്, ലോമികള്, ആർട്ടറീസ്, വെയിന്, പിന്നെ ഏതാ കാപ്പിലറീസ്. അതുകൊണ്ട് ആ പിക്ചർ ഇംഗ്ലീഷുകാരാണെങ്കിലും മലയാളമാണെങ്കിലും ആ പിക്ചർ നല്ലപോലെ ഒന്ന് നോക്കണേ. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി നോക്കിക്കേ, ഏതൊക്കെ നോക്കിക്കേ, അതിൻ്റെ അത് മാത്രം ഉണ്ട് ഈ പിക്ചറിൻ്റെ, അത് മാത്രം അത്രയും പോർഷൻ മാത്രം എടുത്ത് അവർ കാണിക്കുന്നുണ്ട്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഈ പടം തന്നിട്ട് ഈ 3 എണ്ണം എവിടൊക്കെയാണെന്ന് നിങ്ങളോട് കേട്ടോ 3 വര തന്നിട്ട് ഇത് എവിടൊക്കെയാണെന്ന് ഫില്ല് ചെയ്യാനും ചോദിക്കും. കാരണം പുതിയ പുസ്തകം കുഞ്ഞുങ്ങളെ പുതിയ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ട് നമുക്ക് പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് ഇത് എന്ത് വരും എങ്ങനെ വരും എന്നൊന്നും ഒരു പിടുത്തവും കേട്ടോ. കാരണം പുതിയ ടെസ്റ്റിലെ പുതിയ ക്വസ്റ്റ്യനുകളാണ്. അതുകൊണ്ട് നമുക്ക് നേരത്തെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, പണ്ട് ഇങ്ങനെ ഇതൊന്നും പറയാൻ പറ്റത്തില്ല, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് നോർമലി ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. ഇങ്ങനെ ഒരു പിക്ചർ തന്നാൽ അതായത് മീൻ പിടിക്കാൻ പാടുള്ള വലയാണോ? അല്ല. കണ്ടോ 2 കണ്ടോ, ഇത് കണ്ടോ 2 എണ്ണം എന്താ ധമനികളും സിരകളും, ഇത് വലിയ 2 എണ്ണം അല്ലേ, നീലയും കണ്ടോ. അതൊക്കെ നീല കളർ പഠിച്ചുകൊണ്ടൊന്നും പോകണ്ട കേട്ടോ, എന്നാലും വേണ്ടിയില്ല എങ്ങനെ തരത്തുള്ളൂ കേട്ടോ. നീല കണ്ടോ, നീല എന്താണ്? സിരയാണ്. കണ്ടോ, മെറൂൺ കളർ ധമനിയാണ് കേട്ടോ. ഹൃദയത്തിൽ നിന്നുമാണ് ഇത് ആരംഭിക്കുന്നത്, ഹൃദയത്തിൽ തന്നെ വന്ന് എത്തിച്ചേരുന്നു. ലോമികൾ കണ്ടോ, ലോമികൾ കേട്ടോ. ഓക്കെ, എന്തായാലും നിങ്ങൾ ഈ ധമനികൾ, സിരകൾ, ലോമികൾ അത് ഞാൻ നോട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. നോക്കി അടുത്ത നമ്മൾ ഹൃദയത്തെക്കുറിച്ചാണ്. എന്താണ് ഈ ഹൃദയം? നീ എൻ്റെ ഹൃദയമാണെന്നൊക്കെ പറയത്തില്ലേ? എന്തായി ഹൃദയം? നമ്മുടെ ഹൃദയത്തിൻ്റെ പിക്ചർ കണ്ടോ. അതായത് രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ്, നമ്മുടെ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് നമ്മുടെ ഹൃദയം. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്നത് നമ്മുടെ ഹൃദയമാണ്. രക്തം എവിടെയൊക്കെ പോകണോ എങ്ങനെയൊക്കെ വേണമെന്നൊക്കെ പമ്പ് ചെയ്തു പോകുന്ന ആരാണ്? നമ്മുടെ ഹൃദയമാണ്. ഹൃദയസ്പന്ദനം സ്വയം മനസ്സിലാക്കി സ്ഥാനം നിങ്ങൾ കണ്ടെത്തൂ. ഹൃദയം ഔരസാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഹൃദയം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിക്കുന്നത്. ഇത് വാരിയെല്ലുകളാൽ സംരക്ഷിക്കുന്നത്. ഹൃദയം ഇങ്ങനെ നമ്മൾ തട്ടോ മുട്ടോ ഏക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഫ്രണ്ടിൽ എന്താ വാരിയെല്ല് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ നിങ്ങളെ വാരിയെല്ലുകളായിട്ട് പൊതിഞ്ഞിരിക്കുക അല്ലേ. ഇതെന്തെല്ലാം എങ്ങനെയാണ്? ഹൃദയം ഔരസാശയത്തിലെ ശ്വാസകോശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇനി എന്താണ് ഈ മനുഷ്യ ഹൃദയത്തിൻ്റെ ഈ ഹൃദയത്തിൻ്റെ സവിശേഷത? ഇതിങ്ങനെ ഇരിക്കുന്നെന്ന് പറയും, ഇതിൻ്റെ സവിശേഷത ഇതുകൊണ്ടുള്ള ഗുണം വല്ലതും ഉണ്ടോ? ഇതിൻ്റെ സവിശേഷത എന്താണ്? നോക്കൂ ഞങ്ങൾ, ഹൃദയത്തിന് നമ്മുടെ മുഷ്ടിയോളം വലിപ്പം. എന്താ ഈ മുഷ്ടി? നമ്മുടെ കൈ ഇങ്ങനെ മടക്കത്തില്ലേ, മുഷ്ടി കൈ ഇങ്ങനെ മടക്കത്തില്ലേ, അതിനാണ് മുഷ്ടി. ഓരോരുത്തരുടെയും അവനവൻ്റെ കൈ മടക്കി വെക്കുമല്ലോ, അതിനാണ് മുഷ്ടി എന്ന് പറയുന്നത്. അത്രയും അവനവൻ്റെ മുഷ്ടി എത്ര കൈ എങ്ങനെ മടക്കി വെക്കുന്നു, കൈ നമ്മളിങ്ങനെ മടക്കി വെക്കത്തില്ലേ, അത് ഓരോരുത്തരുടെയും കൈ എത്ര മടക്കി വെക്കുന്നുണ്ടോ അതായിരിക്കും അവരുടെ ഹൃദയം കേട്ടോ. ഹൃദയത്തിന് മുഷ്ടിയോളം വലിപ്പമുണ്ട്. ഹൃദയത്തെ ആവരണം ചെയ്ത ഇരട്ട സ്തരമുണ്ട്. ഇതാണ് പെരികാർഡിയം. എന്താണ് ഈ പെരികാർഡിയം എന്ന് വെച്ചാൽ? ഒരു മാർഗം ചോദിച്ചാൽ എന്താ നിങ്ങളെ അത് 1 വേർഡായിട്ടിരിക്കും. ഹൃദയത്തെ ആവരണം ചെയ്ത ഇരട്ട സ്ഥലം ഡാഷാണ് എന്താണ്? പെരികാർഡിയം. മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളുണ്ട്? മനുഷ്യ ഹൃദയത്തിന് എത്ര? 4 അറകളുണ്ട്. എല്ലാ ജീവികൾക്കും ഹൃദയമുണ്ടോ? മറ്റു ജീവികളുടെ ഹൃദയത്തിൻ്റെ 4 അറകൾ എന്ന് പറയാമെന്ന് താഴെ ബോക്സിൽ കൊടുത്തേ. ഇത് കണ്ടോ നിങ്ങളെ പിക്ചർ കണ്ടോ? എന്തെല്ലാം ആദ്യമെങ്കിൽ എന്താ മണ്ണിരയാണ് അല്ലേ. മണ്ണിരയ്ക്ക് 5 ജോഡി പാർശ്വഹൃദയങ്ങളുണ്ടെന്നാണ് പറയുന്നത്. മണ്ണിരയ്ക്ക് എത്ര ഹൃദയമാണ്? 5 ജോഡി പാർശ്വഹൃദയം. നമ്മൾ കാണുമ്പോൾ ഒരു വര പോലെ ഇരിക്കുന്നില്ല കേട്ടോ, 5 ജോഡി പാർശ്വഹൃദയങ്ങളാണ്. അതുപോലെ തന്നെ എന്താ പാറ്റ അല്ലേ, കോക്രോച്ചിന് 13 അറകളാണ്. ഫിഷിന് 2 അറകളാണ്. അതുപോലെ ഫ്രോഗ് അല്ലേ, തവളയ്ക്ക് 3 അറകളാണ്. പിന്നെ അതാ കോഴിക്കോ ഹെന്ന് 4 അറകളാണ് കേട്ടോ. അതൊക്കെ ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കും കേട്ടോ, എത്ര അറകൾ എങ്ങനെയൊക്കെയാണെന്ന് കേട്ടോ. ഫിഷിന് 2 അറകൾ, നമുക്ക് എത്ര ഉണ്ട്? 4 അറകൾ. കോഴിക്കും നമുക്കൊക്കെ 4 അറകളാണ് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. അത് ഞാൻ എഴുതിയിട്ടില്ല, കാരണം അവർ പടം ഉൾപ്പെടെ നമ്മുടെ ടെസ്റ്റിൽ തന്നുകൊണ്ട് അത് ഞാൻ സെപ്പറേറ്റ് എഴുതിയില്ല കേട്ടോ. അടുത്ത നോക്കിക്കേ. ഇനി ഹൃദയസ്പന്ദനം അല്ലേ, ഹൃദയസ്പന്ദനം ഹാർട്ട് ബീറ്റ്.
നിങ്ങൾ ആശുപത്രിയിൽ പോകുമ്പോൾ ഡോക്ടർ നിങ്ങളുടെ ഹൃദയസ്പന്ദനം, പൾസ് ഇവ നോക്കാറില്ലേ? എന്താണ് ഈ ഹൃദയസ്പന്ദനം? അതായത് ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയസ്പന്ദനം. ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പിന്നെ അത് പൂർവ്വസ്ഥിതിയിലേക്ക് വരികയും ചെയ്യുന്നതിനാണ് ഹൃദയസ്പന്ദനം, അല്ലേ? ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം മിനിറ്റിൽ 72 പ്രാവശ്യമാണ് സ്പന്ദിക്കുന്നത്. ഇതാണ് ഹൃദയസ്പന്ദന നിരക്ക്. നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് എത്ര നിങ്ങളെ 72 പ്രാവശ്യം, ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം ഇടിക്കുമെന്നാണ് കേട്ടോ. ഹൃദയസ്പന്ദനത്തിന്റെ ഫലമായി ധമനികളിൽ തരംഗചലനം ഉണ്ടാകുന്നുണ്ട്, അല്ലേ? ഇതാണ് പൾസ് എന്ന് പറയുന്നത്. എന്താ പൾസ്? നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നോക്കട്ടെ, നിങ്ങളുടെ പൾസ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്നൊക്കെ പറയത്തില്ലേ? അത് തന്നെ. ഹൃദയസ്പന്ദന നിരക്കും പൾസിന്റെ നിരക്കും എപ്പോഴും എന്തായിരിക്കും? ഏകദേശം തുല്യമായിരിക്കും, അല്ലേ? നിങ്ങളുടെ ഹൃദയം ഒരു മിനിറ്റിൽ എത്ര തവണ സ്പന്ദിക്കുന്നുണ്ട് സ്വയം മനസ്സിലാക്കി എഴുതുക. ചിത്രം നിരീക്ഷിക്കൂ. ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങൾ പരിശോധിച്ച് നോക്കിയാലാണ് നമുക്ക് പൾസ് അറിയാൻ കഴിയുന്നത്? അത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഡോക്ടർ കുട്ടിയെ പരിശോധിക്കുന്ന ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് എഴുതിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അതുപോലെ തന്നെ സ്റ്റെതസ്കോപ്പ്, അതാണ്ട കണ്ടില്ലോ സ്റ്റെതസ്കോപ്പ്? എന്താ? അതായത് റെനെ ലെനക് എന്ന് പറയുന്ന ആളാണ്. റെനെ ലെനക് എന്ന് പറയുന്ന ആളാണ് എന്ത് കണ്ടുപിടിച്ചത്? സ്റ്റെതസ്കോപ്പ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ഹൃദയത്തിന്റെ സ്പന്ദനം പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ് പറയാൻ അറിയണേ. നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം, അല്ലേ, ഹൃദയമിടിപ്പ് പരിശോധിക്കുന്നതിനുള്ള ഉപകരണമാണ്. ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ നോക്കത്തില്ലേ? അത് തന്നെ. അദ്ദേഹം കണ്ടുപിടിച്ച ആരാണിത് കണ്ടുപിടിച്ചത്? റെനെ ലെനക്കാണ് ആദ്യമായിട്ട് ഇത് നിർമ്മിച്ചത് കേട്ടോ. ഇനി സ്റ്റെതസ്കോപ്പിന്റെ മാതൃക, അതിൻ്റെ ആ പിക്ചറും പരീക്ഷയ്ക്ക് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണേ. പിന്നെ ഓരോ കുട്ടിയുടെയും ഹൃദയമിടിപ്പിനെ കുറിച്ചൊക്കെയാണ് നിങ്ങളെ ആ പാഠത്തിനകത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട മാത്രം ഒന്ന് വായിക്കാം, കാരണം നമുക്ക് നോട്ട് പറയണ്ടേ. നോക്കിയേ, ഒരു കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നത് ഹൃദയത്തെ, അത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഹൃദയം, രക്തം, രക്തക്കുഴൽ എന്നിവ എഴുതിയിട്ടുണ്ട്. ഹൃദയം വായിക്കണം. ഇനി രക്തദാനം, മഹാദാനം. എന്താ നിങ്ങളെ? ഹൃദയം മാറ്റിവെക്കുന്നതിനെ കുറിച്ച് അത് ഞാൻ എഴുതിയില്ല. ഹൃദയം നമുക്ക് മാറ്റിവെക്കുന്നത് എങ്ങനെയാണെന്നില്ലേ? ഗുരുതരമായ ഹൃദ്യരോഗമുള്ളവർക്ക് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താറുണ്ട്. മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ ഹൃദയം എടുത്ത് അത് രോഗിയിൽ വെച്ച് പിടിപ്പിക്കുകയാണ് സാധാരണയായിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. 1967 ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാഡാണ് ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് നടത്തിയത്. രക്തദാനം, മഹാദാനം. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഏകദേശം 5.5 ലിറ്റർ വരെ രക്തമുണ്ടാവും. അതൊക്കെ ഒരു മാർഗിൻ്റെ ആണ് കുഞ്ഞുങ്ങളെ കേട്ടോ, ഒന്നും മിസ്സാക്കല്ലേ. നല്ല ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഏകദേശം 5.5 ലിറ്റർ വരെ രക്തമുണ്ടാവും. അപകടങ്ങൾ, അസുഖങ്ങൾ എന്നിവ മൂലം ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് കുറയുമ്പോൾ എന്താണ് സംഭവിക്കുക? ഒരാൾ സ്വമനസാലെ മറ്റൊരാൾക്കോ ശാസ്ത്രീയമായി സൂക്ഷിച്ച് പിന്നീട് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ രക്തം നൽകുന്ന അല്ലെ രക്തദാനം എന്ന് പറയുന്നത്. നിങ്ങളും 18 വയസ്സ് കഴിയുമ്പോൾ ഒരു സാമൂഹ്യ സേവനം എന്ന നിലയിൽ ഇതിന്റെ ഭാഗമാകുമല്ലോ. രക്തദാനവുമായി ബന്ധപ്പെട്ട മുദ്രാഗീതങ്ങൾ തയ്യാറാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് രക്തം കേട്ടോ, ഇത് ഇത്രയും നമ്മൾ രക്തമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് അത്രയും നോക്കാം കുഞ്ഞുങ്ങളെ. നമ്മൾ ഇത്രയും വായിച്ച് അത്രയും സമയം എന്നാലും ഞാൻ പറയാം. നമുക്ക് കടുത്ത പനി ബാധിച്ച് 2 ദിവസമായി ആഹാരം കഴിക്കാതെ അവശനായ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർ മരുന്നിനൊപ്പം ഗ്ലൂക്കോസ് ഡ്രിപ്പ് കൂടി നൽകാൻ നിർദ്ദേശിച്ചു. എന്തിനാണ് ചില മരുന്നുകളും ഗ്ലൂക്കോസും രക്തത്തിലേക്ക് നേരിട്ട് കുത്തിവെക്കുന്നത്? എന്തിനാവും കുഞ്ഞുങ്ങളെ അത് കുത്തിവെക്കുന്നത്? കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഓക്കെ. എന്തിനായിരിക്കും കൊടുത്തിരിക്കുന്നത്? അത് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കും? എ ചൈൽഡ് ഹു ഹാഡ് നോട്ട് ടേക്കൺ എനി ഫുഡ് ഫോർ 2 days ആൻഡ് ഹാഡ് ബിക്കം വീക്ക് ഡ്യൂ ടു ദ സെവർ ഫീവർ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ദ ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് ഗ്ലൂക്കോസ് ഡ്രിപ്പ് എലോങ് വിത്ത് ദ മെഡിസിൻ വിത്ത് എനി സം ഡ്രഗ്സ് ആൻഡ് ഗ്ലൂക്കോസ് ഇഞ്ചെക്റ്റഡ് ഡയറക്ട്ലി ഇൻ ടു ദ ബ്ലഡ്. എന്തിനാവുന്നില്ല? നമുക്ക് പനിയൊക്കെ കൂടുമ്പോഴേ നമ്മളോട് പറയണ്ട നിങ്ങൾ പിന്നെ ഒരു ഗ്ലൂക്കോസ് ഒക്കെ എടുക്കാൻ. എന്തിനാവുന്നില്ലേ? ഈ ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് നേരിട്ട് കുത്തിവെക്കുമ്പോൾ, ഗ്ലൂക്കോസ് നമ്മുടെ രക്തത്തിലോട്ട് നേരിട്ട് കുത്തിവെക്കുമ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇത് വേഗത്തിൽ എത്തിച്ചേരും. ബ്ലഡിൽ കുത്തിവെക്കുമ്പോൾ നിങ്ങളെ അത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തോട്ടും അത് എത്തിച്ചേരും. അതിനാണ് നമുക്ക് കുത്തിവെക്കുന്നത് ബ്ലഡ് കേട്ടോ. ബ്ലഡല്ല ഗ്ലൂക്കോസ് കുത്തിവെക്കുന്നത്. ദ ഗ്ലൂക്കോസ് ഇഞ്ചക്റ്റഡ് ടു ദ ബ്ലഡ് റീച്ച് ആൾ പാർട്ട് ഓഫ് ദ ബോഡി ക്വിക്ക്ലി. പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തോട്ടും നിങ്ങളെ നമ്മുടെ ഗ്ലൂക്കോസ് എത്തിച്ചേരും. അതുകൊണ്ടാണ് നമുക്ക് കുത്തിവെക്കുന്നത് കേട്ടോ. പനി വരുമ്പോഴൊക്കെ കുത്തിവെക്കണമെന്ന് പറയത്തില്ല ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ. ഒരു പനി വരുമ്പോൾ ഒരു കുത്തിവെപ്പ് കിട്ടിയാൽ പനി അങ്ങ് മാറും, അല്ലേ?
അപ്പോൾ രണ്ട് നോക്കുക. സർക്കുലേറ്ററി സിസ്റ്റം, രക്തപര്യന വ്യവസ്ഥ എന്നാൽ എന്താണ്? ചോദ്യം ഓരോന്നും കറക്റ്റായിട്ട് കേൾക്കുകയും എഴുതുകയും വേണം. രക്തപര്യന വ്യവസ്ഥ, സർക്കുലേറ്ററി സിസ്റ്റം, ദ സിസ്റ്റം വിച്ച് കൺസിസ്റ്റ് ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് ഹാർട്ട് ഈസ് ദ സർക്കുലേറ്ററി സിസ്റ്റം. പേര് പറയാൻ അറിയണ കുഞ്ഞുങ്ങളെ, ഞാൻ ഓരോന്ന് എടുത്തെടുത്ത് അല്ല 2, 3, 4 ഒക്കെ പിള്ളേരോട് പറയുന്ന രീതി തന്നെയാണ് നിങ്ങളോടും പറയുന്നത്. ഓരോ വാക്കും ഞാൻ എടുത്തെടുത്താണ്. ഞാൻ കമൻറ്റ് ബോക്സിലും കണ്ടായിരുന്നു, ഒരു എണ്ണം വായിച്ച് പിന്നെ എന്തിനാ അത് വായിക്കുന്നതെന്നൊക്കെ ഞാൻ ചോദ്യം കേൾക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളെ. ഞാൻ പിന്നെയും ഈ വായിക്കുന്നത് ഈ അറിയാൻ വയ്യാത്തവർക്ക് ആ വാക്കുകളൊക്കെ നല്ലതുപോലെ കിട്ടാൻ വേണ്ടിയാണ് വീണ്ടും ഞാൻ ഈ വായിക്കുന്നത്. കാരണം ആദ്യമായിട്ട് ഇപ്പോൾ ബ്ലഡ് വെസൽസ് ഇതൊന്നും നിങ്ങളെന്താ ചിലവരൊന്നും കേട്ട് കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ എടുത്ത് പറയുന്നത്. ദ സിസ്റ്റം വിച്ച് കൺസിസ്റ്റ് ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് ഹാർട്ട് ഈസ് ദ സർക്കുലേറ്ററി സിസ്റ്റം. എന്താ? രക്തം, ബ്ലഡ് വെസൽസ് എന്ന് വെച്ചാൽ രക്തക്കുഴൽ, ഹാർട്ട് എന്ന് വെച്ചാൽ ഹൃദയം എന്നിവ ചേർന്ന ഒരു മൂന്നും കൂടി ചേരുന്ന ഒരു സംവിധാനത്തിന് പറയുന്ന പേരാണ് രക്തപര്യന വ്യവസ്ഥ. ഓക്കെ ആണോ? എഴുതിയെടുക്കണേ കേട്ടോ, എക്സാമിനുണ്ടേ, വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. നോക്കിക്കേ, വാട്ട് ആർ ദ പാർട്ട് ഓഫ് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം? മനുഷ്യൻ്റെ രക്തപര്യന വ്യവസ്ഥയിലെ ഭാഗങ്ങൾ ഏതെല്ലാം? ഇപ്പം നമ്മൾ പറഞ്ഞു, ഏതാ? ഹാർട്ട്, ബ്ലഡ് വെസൽസ്, ഹൃദയം, രക്തം, രക്തക്കുഴൽ, ഇതാണ് മനുഷ്യൻ്റെ രക്തപര്യന വ്യവസ്ഥയിലെ ഭാഗങ്ങൾ. പാർട്ട് ഓഫ് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം. 3 എഴുതിയെടുത്ത് കാണുമല്ലോ, എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. അടുത്ത നോക്കിക്കേ, 4ാമത്തെ ചോദ്യം. 4 നോക്കിക്കേ, വാട്ട് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം? വാട്ട് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം? എന്താണ്? എന്താ പറഞ്ഞേ? ദ ഫങ്ഷൻസ് ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ടു ട്രാൻസ്പോർട്ട് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു ആൾ പാർട്ട് ഓഫ് ദ ബോഡി ആൻഡ് ആൾസോ ടു ക്യാരി കാർബൺ ഡയോക്സൈഡ് റിച്ച് ബ്ലഡ് റിച്ച് ബ്ലഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി ടു ദി ഹാർട്ട്. അല്ല, മനസ്സിലായെന്നൂടെ പറയാം. ഇതിനെല്ലാം കുഞ്ഞു വാക്കുകളല്ലേ, ഇതിനകത്തിൽ അധികത്തിലൊന്നും. ദ ഫങ്ഷൻസ് ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം, ഇപ്പം നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം എന്തോന്ന് പഠിച്ചു അല്ലേ? ഈസ് ടു ട്രാൻസ്പോർട്ട് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു ആൾ പാർട്ട് ഓഫ് ദ ബോഡി ആൻഡ് ആൾസോ ടു ക്യാരി കാർബൺ ഡയോക്സൈഡ് റിച്ച് ബ്ലഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി ടു ദി ഹാർട്ട്. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? നമ്മുടെ ഹൃദയത്തിൽ നിന്നും, അതിൻ്റെ മലയാളം നോക്കിയോ നിങ്ങളെ, ഹൃദയത്തിൽ നിന്നും ഓക്സിജനും പോഷകഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമാണ് രക്തപര്യന വ്യവസ്ഥയുടെ ധർമ്മം. അത് നമ്മുടെ ടെസ്റ്റ് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എഴുതിയെടുക്കണേ. അടുത്തത്, ഹ്യൂമൻ ബ്ലഡ്, മനുഷ്യൻ്റെ രക്തത്തെക്കുറിച്ച്. രക്തത്തിന് ചുവപ്പ് നിറം അല്ലേ? രക്തത്തിന് ചുവപ്പ് നിറത്തിന് കാരണം, വൈസ് ബ്ലഡ് ഇൻ കളർ, ചുവപ്പ് നിറത്തിന് കാരണം എന്താ കുഞ്ഞുങ്ങളെ? അത് 1 മാർക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യമാണ് രക്തത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്നത്. ഹീമോഗ്ലോബിൻ, അതിൻ്റെ സ്പെല്ലിങ് നല്ലപോലെ പഠിക്കണേ. ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യമാണ് രക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം. ദ റെഡ് കളർ ഓഫ് ദ ബ്ലഡ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ പിഗ്മെന്റ് ഈസ് കാൾഡ് ഹീമോഗ്ലോബിൻ. അടുത്ത 6, വാട്ട് ആർ ദ മെയിൻ കോമ്പോണൻസ് ഓഫ് ബ്ലഡ്? ഹീമോഗ്ലോബിൻ്റെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? വാട്ട് ആർ ദ മെയിൻ കോമ്പോണൻസ് ഓഫ് ബ്ലഡ്? ബ്ലഡിനകത്തിൽ പ്രധാന അയണും പ്രോട്ടീനും അല്ലേ? ഫൈൻഡ് ഔട്ട് ഫുഡ് ഐറ്റംസ് കണ്ടെയ്നിങ് അയൺ. അയൺ അടങ്ങിയിരിക്കുന്ന ഫുഡുകൾ ഏതാ? നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലുമൊക്കെ എഴുതിയാൽ മതി കേട്ടോ. ഇരുമ്പ് അടങ്ങിയിരിക്കുന്ന ഫുഡുകൾ, നമ്മൾ ചോറും കൂട്ടാൻ അരിയുന്ന ഇരുമ്പല്ലേ കേട്ടോ, ഇരുമ്പടങ്ങിയ വസ്തുക്കൾ എന്തോ അത് കേട്ടോ കുഞ്ഞുങ്ങളെ. എന്തൊക്കെയാണ്? ഡേറ്റ്സ്, എഗ്ഗ്, ബീൻസ്, റെഡ് മീറ്റ്, സോയാബീൻ, ഡ്രൈഡ് ഫ്രൂട്ട്സ്, ഇതൊക്കെ എന്താണ്? ഇരുമ്പ് അല്ലേ? എന്താ വെച്ചാൽ എന്താ? അയൺ അടങ്ങിയ ഫുഡാണ്. എന്താ? ഈന്തപ്പഴം, കോഴിമുട്ട, ബീൻസ്, ചുവന്ന മാംസം, സോയാബീൻ എന്നിവയെല്ലാം എന്താ കുഞ്ഞുങ്ങളെ? ഇരുമ്പടങ്ങിയ ഫുഡാണ് കേട്ടോ. 7 എണ്ണമായി. 8ാമത്തെ, വാട്ട് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് ദ ഹീമോഗ്ലോബിൻ? ഹീമോഗ്ലോബിൻ്റെ ധർമ്മം എന്താ നിങ്ങളെ? ഹീമോഗ്ലോബിൻ്റെ ഫങ്ഷൻ എന്തെല്ലാമാണ്? നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും ശ്വാസകോശങ്ങളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിൽ രക്തത്തിലെ ഹീമോഗ്ലോബിൻ പ്രധാന പങ്ക് വഹിക്കുന്നു. എന്താ നിങ്ങളെ? ശ്വാസകോശത്തിൽ നിന്നും കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും
എന്നിട്ടോ കോശങ്ങളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിൽ രക്തത്തിലെ ഹീമോഗ്ലോബിൻ പ്രധാന പങ്ക് വഹിക്കുന്നു. ഹീമോഗ്ലോബിൻ പ്ലേ ഇൻ എൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ക്യാരിങ് ഓക്സിജൻ ഫ്രം ദ ലങ്സ് ടു ദി സെല്ല് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ സെല്ല് ടു ദ ലങ്സ്. തിരിഞ്ഞു പോകല്ലേ കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹീമോഗ്ലോബിൻ്റെ ഫങ്ഷൻ, ഹീമോഗ്ലോബിൻ്റെ ധർമ്മം എന്തൊക്കെയാണ്? അടുത്ത നോക്കിയേ, മേജർ കോമ്പോണൻസ് ഓഫ് ബ്ലഡ്. 9ാമത്തെ ചോദ്യമാണ്. രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ ആരെല്ലാം? നമ്മുടെ രക്തത്തിനകത്തിൽ ആരൊക്കെയുണ്ട്? നമ്മൾ ആ പാഠത്തിൽ പഠിച്ചല്ലേ, പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്, റെഡ് ബ്ലഡ്, വൈറ്റ് ബ്ലഡ്. നമ്മളത് ടെസ്റ്റിൽ പറഞ്ഞതാ അല്ലേ. നോക്കിയേ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാസ്മ ഇൻ ബ്ലഡ്? രക്തത്തിലെ പ്ലാസ്മയുടെ സവിശേഷത അത് നമ്മൾ ടെസ്റ്റ് വായിച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, ഇംഗ്ലീഷുകാരും അതുപോലെ എഴുതി എടുക്കണേ. ഇറ്റ് ഈസ് ദ ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്. രക്തത്തിന് ദ്രാവക ഭാഗമാണ്. പിന്നെ പെയിൽ യെല്ലോ ഇൻ കളർ, ഇളം മഞ്ഞ നിറമാണ്. ക്യാരീസ് ഗ്ലൂക്കോസ് ടു ദ സെല്ല്, ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വിച്ച് കോമ്പൗണ്ട് ഹെൽപ്പ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്? നമ്മുടെ രക്തം കട്ട പിടിക്കാനേ സഹായിക്കുന്ന രക്തത്തിലെ ഭാഗം ഏതാ കുഞ്ഞുങ്ങളെ? അത് പരീക്ഷയ്ക്ക് ഒരു മാർക്കിന് ചോദിക്കുന്നത് കേട്ടോ. എന്താ? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ ഭാഗം പ്ലേറ്റ്ലെറ്റ് ആണ്. നമ്മൾ ടെസ്റ്റ് വായിച്ചപ്പോൾ പറഞ്ഞതാ കേട്ടോ. എന്താ കുഞ്ഞുങ്ങളെ? പ്ലേറ്റ്ലെറ്റ്. സ്പെല്ലിംഗ് അറിയണം കേട്ടോ. 11ാമത്തെ ചോദ്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 11. അടുത്ത 12ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് RBC, റെഡ് ബ്ലഡ് സെൽ? എന്താ കുഞ്ഞുങ്ങളെ? ചുവന്ന രക്തകോശത്തിൻ്റെ സവിശേഷത. ചുവപ്പിൻ്റെയാണ് RBC, ചുവപ്പ് രക്തകോശത്തിൻ്റെ സവിശേഷത. നോക്കിയേ, ഡിസ്ക് ഷേപ്പാണ്. നോൺ ന്യൂക്ലിയേറ്റഡ് അല്ലേ. കണ്ടെയ്ൻസ് ഹീമോഗ്ലോബിൻ, ട്രാൻസ്പോർട്ട് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. എന്താ കുഞ്ഞുങ്ങളെ? ഇതിന് ഡിസ്കിൻ്റെ ആകൃതിയാണ്. ഇതിന് മർമ്മമില്ല. ഹീമോഗ്ലോബിൻ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയത്തിന് ഇത് ഉപയോഗിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആ. 3, 4 മാർക്കിൻ്റെയൊക്കെ ചോദ്യമായിരിക്കും കേട്ടോ. ഒന്നിനെയും നിസ്സാരമായിട്ട് കരുതരുത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റാ. എന്തായാലും ടെസ്റ്റിലെ ക്വസ്റ്റിനെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വയ്ക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റോ. അങ്ങനെയാണെങ്കിൽ എന്താ വെളുത്ത ബ്ലഡിൻ്റെയോ? വെളുത്ത രക്തകോശത്തിന് ഇപ്പോൾ നമ്മൾ ചുവപ്പിന് പറഞ്ഞു. അപ്പോൾ എന്താ നിങ്ങളെ വെളുത്തതിൻ്റെ എങ്ങനെയാണ്? നോ ഡെഫിനിറ്റ്. ഇതിനൊരു ഷേപ്പ് ഒന്നുമില്ല. ഇതിന് നമുക്ക് ഷേപ്പ് ഒന്നുമില്ല അല്ല, നിശ്ചിത ആകൃതിയില്ല. ഹാസ് ന്യൂക്ലിയസ്. ഇതിനകത്ത് പക്ഷേ ന്യൂക്ലിയസ് ഉണ്ട് കേട്ടോ, മർമ്മമുണ്ട്. ഡിസ്ട്രോയ്സ് പാത്തോജൻസ്. പാത്തോജൻസ് രോഗാണുക്കളാണ്. പാത്തോജൻസ് ഇനി ആയാലും ഓർത്തോണ്ടേ നിങ്ങളെ. പാത്തോജൻസ് എന്ന് വെച്ചാൽ രോഗാണുക്കളാണ്. ഡിസ്ട്രോയ് എന്ന് വെച്ചാൽ നശിപ്പിക്കുക. ചില വാക്കുകളൊക്കെ പഠിച്ചു പോണേ. രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അടുത്ത, വിച്ച് ഈസ് ദ ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്? ബ്ലഡിലെ ലിക്വിഡ് ദ്രാവക ഭാഗം ഏതാണ്? ദ്രാവകമായിട്ട് പ്ലാസ്മയാണ്. എന്താ നിങ്ങളെ? പ്ലാസ്മ. വിച്ച് ആർ ദ ബ്ലഡ് സെല്ല്? രക്തകോശങ്ങൾ ഏതൊക്കെയാണ്? ഇച്ചിരി സ്പീഡിൽ പോകട്ടോ, കാരണം നമുക്ക് ടെസ്റ്റ് വായിച്ചതുകൊണ്ട് ഇത് മൊത്തം പറയണ്ടേ. വിച്ച് ആർ ദ ബ്ലഡ് സെല്ല്? രക്തകോശങ്ങൾ ഏതൊക്കെയാണ്? രക്തകോശങ്ങൾ വൈറ്റ് ബ്ലഡ് സെല്ലും റെഡ് ബ്ലഡ് സെല്ലും. എന്താ നിങ്ങളെ? വൈറ്റ് ബ്ലഡ് സെല്ല് എന്ന് വെച്ചാൽ എന്താ? വൈറ്റ് ഏതാ? വെളുത്തതല്ലേ. തലതിരിച്ചാന്ന് ഒഴികെ. വൈറ്റ് ബ്ലഡ് സെൽ എന്ന് വെച്ചാൽ ചുവന്നത് അല്ലേ. റെഡ് ബ്ലഡ് സെല്ല് എന്തോ ഇങ്ങനെ പറയുന്നത്? വൈറ്റ് ബ്ലഡ് സെല്ല് വെളുത്തതും റെഡ് ചുവപ്പും കേട്ടോ. തല തിരിച്ച് എഴുതി വെച്ചിരിക്കും. ഓക്കെ ആണോ നിങ്ങൾ? ഇത് മലയാളംകാരും ഇംഗ്ലീഷുകാരും എഴുതേണ്ടത്. ഇതുപോലല്ല എഴുതേണ്ടത്. മലയാളംകാർ മലയാളത്തിൻ്റെ നോട്ടും ഇംഗ്ലീഷിൻ്റെ നോട്ടും എഴുതണം. നിങ്ങൾ വിചാരിക്കും എല്ലാത്തിനും വലിയ വലിയ ക്വസ്റ്റ്യൻ ആൻസറുകളാണോ എന്ന് തോന്നിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ ഇംഗ്ലീഷും മലയാളവും എഴുതിയതുകൊണ്ടാവും നിങ്ങൾ കേട്ടോ. അവനവൻ്റെ എഴുതിയെടുക്കുമ്പോൾ ഉള്ളതിലേക്കും ചെറിയ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഞാൻ തരുന്നത് കേട്ടോ. വാട്ട് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് പ്ലേറ്റ്ലെറ്റ്? നമ്മൾ പഠിക്കുന്നത് രക്തത്തെ കുറിച്ചാണ്. നമ്മുടെ പാഠം എന്താണെന്ന് അറിയണേ. നമ്മുടെ പാഠം എന്താണ്? രക്തപര്യനത്തെക്കുറിച്ചാണ് അല്ലേ. സർക്കുലേറ്ററി രക്തപര്യനത്തെക്കുറിച്ചാണ് ഈ ചാപ്റ്റർ പഠിക്കുന്നത്. അപ്പോൾ രക്തമായിട്ട് ബന്ധം, രക്തത്തിൽ എന്തൊക്കെയുണ്ട്, അതിൻ്റെ ഓരോന്നിൻ്റെയും ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, അതിനകത്തിലെയാണ് നമ്മൾ ഈ പറയുന്ന പ്ലേറ്റ്ലെറ്റുകൾ കേട്ടോ. പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റുകളെ കുറിച്ചൊക്കെ. പ്ലേറ്റ്ലെറ്റുകളുടെ ധർമ്മങ്ങൾ എന്താ കുഞ്ഞുങ്ങളെ? പ്ലേറ്റ്ലെറ്റ് ഹെൽപ്പ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. അത് ഇമ്പോർട്ടൻ്റ് കേട്ടോ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണ് പ്ലേറ്റ്ലെറ്റുകളുടെ ധർമ്മം. എന്താ കുഞ്ഞുങ്ങളെ? രക്തം കട്ട പിടിക്കാൻ സഹായിക്കും. ഇതില്ലെങ്കിൽ നമുക്ക് എന്താ, എന്തെങ്കിലും ഒരു കയ്യലോ അല്ല എന്തെങ്കിലും ഒരു മുറിവ് വന്നു കഴിഞ്ഞാലേ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കൂലേ, നമ്മൾ മരണത്തിന് വരെ കാരണമാവും. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് ബ്ലഡ് കട്ടിയായിട്ട് ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്നും പോകാതെ സംരക്ഷിക്കുന്നത് കേട്ടോ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. ഓക്കെ ആണോ നിങ്ങളെ? 16 എണ്ണമായേ. അടുത്തത് 17. എഴുതിയെടുക്കണം കേട്ടോ. നോക്കിയിരുന്നാൽ പോരാ, നോട്ട് അതുപോലെ തന്നെ എഴുതിയെടുക്കണം കേട്ടോ. ഇൻ വിച്ച് ബ്ലഡ് സെല്ല് ഈസ് ഹീമോഗ്ലോബിൻ ഫൗണ്ട്? ഹീമോഗ്ലോബിൻ കാണപ്പെടുന്ന രക്തകോശം ഏതാണ് നിങ്ങളെ? റെഡ് ബ്ലഡിലാണ് കേട്ടോ. കാരണം രക്തത്തിന് ചുവപ്പ് കളർ കൊടുക്കുന്നത് ഹീമോഗ്ലോബിനാണ് അല്ലേ. അപ്പോൾ അത് ഓർത്തോണം. ഇനി നമ്മളിപ്പോൾ ഈ പറഞ്ഞ RBCയും WCയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഇപ്പോൾ പറഞ്ഞ 2 എണ്ണം, അത് 4 എണ്ണം, 4 മാർഗ്ഗമാണ്. മലയാളംകാർ മലയാളം എഴുതിയെടുക്കണം, ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് എഴുതിയെടുക്കും. ഒന്നാമത്തെ ഏതാവും നിങ്ങളെ? നോക്കിക്കേ. നോ ഡെഫിനിറ്റ് ഷേപ്പ്. ഇതിന് നിശ്ചിതാകൃതിയില്ല.
ഹാസ് ന്യൂക്ലിയസ്, ഇതിന് മർമ്മമുണ്ട്. ഹീമോഗ്ലോബിൻ ഈസ് ആബ്സെന്റ്, ഹീമോഗ്ലോബിൻ ഇവിടെ ഇല്ല. ഡിസ്ട്രോയ് പാത്തോജൻസ് എന്ന് വെച്ചാൽ എന്താ, ഇവിടെ എന്തോ മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, എന്താ നമുക്ക് പാത്തോജൻസ് എന്ന് വെച്ചാൽ എന്താ, എന്തോ നിങ്ങളെ രോഗങ്ങളെ എല്ലാം നശിപ്പിക്കുന്നു അല്ലേ. എടുത്ത ഹാവ് ദ ഷേപ്പ് ഓഫ് ഡിസ്ക്, ഡിസ്കിൻ്റെ ആകൃതിയാണ്. പിന്നെ മർമ്മമില്ല. കണ്ടെയ്ൻ ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അടുത്ത ട്രാൻസ്പോർട്ട് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ്, ട്രാൻസ്പോർട്ട് ഓക്സിജൻ ആൻഡ് കാർബൺ, ഞാൻ ചുരുക്കി അങ്ങ് എഴുതുന്നേ ഉള്ളൂ, നിങ്ങൾ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും തന്നെ എഴുതണേ നിങ്ങൾ കേട്ടോ. അടുത്ത മലയാളത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയവും നടക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ അത് പറഞ്ഞതാണ്, അത് ഡിഫറൻസ് കേട്ടോ, അത് തങ്ങളിലുള്ള ഡിഫറൻസ് ചോദിക്കും കേട്ടോ, ചോദിക്കുകയോ നിങ്ങൾ അത് എഴുതിക്കോണേ. ഇനി അടുത്ത ബ്ലഡ് സർക്കുലേഷൻ എന്നാൽ എന്താ, രക്തപര്യനം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സ്പീഡിൽ പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും വാക്കുകൾ അങ്ങോട്ടോ തെറ്റിപ്പോകുന്നെങ്കിൽ ക്ഷമിച്ചേക്കണേ നിങ്ങൾ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും നോട്ടിൽ കറക്റ്റ് നോട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, ചിലപ്പോൾ സ്പീഡിൽ പറയുമ്പോൾ എന്തെങ്കിലും അങ്ങോട്ടോ മാറിപ്പോകുന്നെങ്കിൽ ഒന്ന് ക്ഷമിച്ചു തരാം കേട്ടോ. കാരണം നമുക്ക് എല്ലാം കൂടെ ഒറ്റ ഇതിൽ ഞാൻ ഇടാമെന്ന് വിചാരിച്ചതാണ്. രക്തപര്യനം അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ, ബ്ലഡ് ഫ്ലോ ത്രൂ ബ്ലഡ് വെസൽസ് ടു ആൾ പാർട്ട് ഓഫ് ദ ബോഡി, രക്തക്കുഴലിലൂടെ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും സഞ്ചരിക്കുന്നു കേട്ടോ. ഹൗ മെനി ടൈപ്പ് ഓഫ് ബ്ലഡ് വെസൽസ് ആർ ഹാവ് ഇൻ അവർ ബോഡി, നമ്മുടെ ശരീരത്തിൽ എത്ര രക്തക്കുഴലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, 3 ഏതാ, ആർട്ടറി, വെയിന്, കാപ്പിലറീസ്. ധമനി, സിര, ലോമികകൾ പറയാൻ പഠിക്കണേ കുഞ്ഞുങ്ങളെ. ധമനി, സിര, ലോമികൾ, ആർട്ടറി, വെയിന്, കാപ്പിലറീസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ അത് വൃത്തിയായിട്ട് പറയാനും എഴുതാൻ. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും വാ തുറന്ന് ഉറക്കെ ഇരുന്ന് വായിച്ചു പഠിക്കണം. മനസ്സിൽ പെറുപെറുത്താരും പഠിക്കരുത് കേട്ടോ. വാ തുറന്ന് ഉറക്കെ വായിച്ചു പഠിക്കണം. വാട്ട് ആർ ദ ആർട്ടറീസ്, എന്താണ് ധമനികൾ? ഇപ്പം നമ്മൾ പറഞ്ഞു 3 ഉണ്ടെന്ന്. ആ 3 എന്താണെന്നാണ്. ആർട്ടറീസ് ആർ ദ ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി. നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് രക്തക്കുഴൽ, അങ്ങനെ കൊണ്ടുപോകുന്നതാണ് ധമനി. ധമനി എപ്പോൾ ഇച്ചിരി റിച്ചാ അല്ലേ, അയാൾ വലിയ ആളാണ്. ആർട്ടറീസ് ആർ ദ ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി. ഹൃദയത്തിൽ നിന്നും ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലാണ് നമ്മുടെ ധമനി. എന്നാൽ സിരകളോ, വെയിൻസ് ആറ്, സിരകൾ എന്ന് വെച്ചാൽ എന്താണ്, വെയിൻസ് ആർ ദ ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി ടു ദ ഹാർട്ട്. എന്താ നിങ്ങളെ, ശരീരത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്ന കുഴലാണ് ആര്, വെയിൻ അല്ലെങ്കിൽ സിര. അപ്പോൾ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും തിരിഞ്ഞു പോകരുത്. ഓക്സിജൻ്റെ നമ്മുടെ ആർട്ടറി, കാർബൺ ഡൈ ഓക്സൈഡ് വെയിന്. അടുത്ത കാപ്പിലറിയോ, കാപ്പിലറീസ് ആർ ദ തിന്ന് ബ്ലഡ് വെസൽസ് ദാറ്റ് കണക്ട് ആർട്ടറി ആൻഡ് വെയിന്. സിരകളെയും അല്ലേ, ആർട്ടറിയെയും വെയിനിനെയും, സിരകളെയും ധമനിയെയും തമ്മിൽ ഇവർ രണ്ടെണ്ണത്തിനെ തങ്ങൾ ബന്ധിപ്പിക്കുന്ന ഒരു നേർത്ത കുഴലുകളാണ് ലോമികകൾ അല്ലെങ്കിൽ കാപ്പിലറീസ്. എളുപ്പമല്ലേ, കാപ്പിലറി സ്പെല്ലിംഗ് പഠിക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. അടുത്തത് ഹൃദയം. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ അല്ലേ, എൻ്റെ ഹൃദയമാണ് നീ എന്നൊക്കെ നമ്മൾ പറയല്ലേ. വാട്ട് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് ദ ഹാർട്ട്? ഈ ഹൃദയത്തിൻ്റെ ധർമ്മം എന്താ കുഞ്ഞുങ്ങളെ? ഹൃദയത്തിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? The heart is the center of the circulatory system. It pump blood to all part of the body. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് നമ്മുടെ ഹൃദയം. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ്. വേർ ഈസ് എ ഹാർട്ട് ലൊക്കേറ്റഡ് ഇൻ ദ ബോഡി? ഹൃദയം ശരീരത്തിൻ്റെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹൃദയം ഔരസാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ദ ഹാർട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ thoracic cavity between the lungs. It is protected by the ribs എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, നമ്മുടെ വാരിയല്, റിബ്സ് കേട്ടോ. ദ ഹാർട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ thoracic cavity between the lungs കേട്ടോ. മലയാളം ഇംഗ്ലീഷ് എഴുതിയുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ദ റിബ്സ് എന്ന് വെച്ചാൽ എന്താ, വാരിയല്ല. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ഹാർട്ട്? മനുഷ്യ ഹൃദയത്തിൻ്റെ സവിശേഷത എന്തെല്ലാമാണ്? 4 മാർക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ് നമ്മുടെ മനുഷ്യ ഹൃദയത്തിൻ്റെ സവിശേഷത. ഹാർട്ട് ഈസ് അബൌട്ട് ദ സൈസ് ഓഫ് എന്താ, ക്ലഞ്ച്ഡ് ഫിസ്റ്റ്. ക്ലഞ്ച്ഡ് ഫിസ്റ്റ് എന്ന് മുമ്പ് നമ്മൾ പറഞ്ഞതല്ലേ, ഒരു കൈയുടെ നമ്മുടെ മുഷ്ടി അല്ലേ, മുഷ്ടിയുടെ അല്ലേ, ഹൃദയത്തിൻ്റെ മുഷ്ടിയോളം വലിപ്പമുണ്ട്. ദ ഹാർട്ട് ഈസ് കവേർഡ് ബൈ എ ഡബിൾ ലെയർഡ് മെംബ്രൻസ് അല്ലേ, അതിനെ പെരികാർഡിയം എന്ന് പറയുന്നു. ഹൃദയത്തെ ആവരണം ചെയ്ത ഇരട്ട സ്ഥലമുണ്ട്, ഇതാണ് പെരികാർഡിയം. അതൊക്കെ 2 മാർക്കിനെയും ചോദിക്കാം കേട്ടോ. ഇനി ഹ്യൂമൻ ഹാർട്ട് ഹാസ് 4 ചേമ്പേഴ്സ്. ചേമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ചേമ്പേഴ്സ് മനുഷ്യ ഹൃദയത്തിന് 4 അറകൾ. ചേമ്പേഴ്സ് എന്ന് വെച്ചാൽ അറകളുണ്ട്. ഓക്കെ ആണോ നിങ്ങളെ? ഈ 3 നല്ല വൃത്തിയായിട്ട് പഠിക്കണം. നമ്മൾ ഇങ്ങനെ ഈ മലയാളം ഇംഗ്ലീഷ് എഴുതിയോണ്ടാണ് തോന്നുന്നത് കേട്ടോ. അവനവൻ്റെ എഴുതി എടുക്കുമ്പോൾ കുറച്ചേ ഉള്ളൂ, പക്ഷേ ആ ഓരോ പോയിന്റിനും ഓരോ മാർക്ക്. നിങ്ങൾ എപ്പോഴും ഒരു വരി പഠിക്കുമ്പോൾ വിചാരിച്ചോണം എനിക്ക് 1 മാർക്ക് കിട്ടിയെന്ന്. അങ്ങനെ പഠിച്ച് അപ്പം നമുക്ക് നല്ലപോലെ മാർക്ക് പിടിക്കാം.
അടുത്ത ഹൃദയസ്പന്ദനം അല്ലെ, ഹൃദയമിടിപ്പ് എന്നൊക്കെ നമ്മൾ ഹാർട്ട് ബീറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റിതമെറ്റിക് കോൺട്രാക്ഷൻസ് ആൻഡ് റിലാക്സേഷൻസ് ഓഫ് ഹാർട്ട് മസിൽസ്. ദ ഹാർട്ട് ഓഫ് എ ഹെൽത്തി അഡൽട്ട് ബീറ്റ് 72 ടൈംസ് പെർ മിനിറ്റ്. ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത് അല്ലേ. ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയസ്പന്ദന നിരക്ക് 1 മിനിറ്റിൽ 72 വെട്ടമാണെന്നാണ് പറയുന്നത് കേട്ടോ. അത് നമ്മൾ ടെസ്റ്റ് വായിച്ചപ്പോൾ പറഞ്ഞതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഹാർട്ടിനെ കുറിച്ച് ബ്ലഡ് ആയിരുന്നു നമ്മൾ ആദ്യം പഠിച്ചത്. മൊത്തം ബ്ലഡിനകത്ത് എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്നില്ല. പിന്നെ നമ്മൾ ഹൃദയത്തെക്കുറിച്ചാണ്. എന്താ ഹൃദയത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഹൃദയം ഇടിപ്പ് എന്നാൽ എന്താണ് അല്ലേ. ഇനി എന്താണ് ഈ പൾസ്? നമ്മൾ പറയത്തില്ലേ ഹോസ്പിറ്റലിൽ ചെന്ന് വയ്യാതെ ചെല്ലുമ്പോൾ നിങ്ങളുടെ പൾസ് ഒന്ന് നോക്കട്ടെ എന്ന് പറയത്തില്ലേ. എന്താ കുഞ്ഞുങ്ങളെ? പൾസ് ഈസ് ദ വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ആർട്ടറി ആസ് എ റിസൾട്ട് ഓഫ് ഹാർട്ട് ബീറ്റ്സ്. ദ ഹാർട്ട് റേറ്റ് പൾസ് റേറ്റ് ആർ ഈക്വൽ. വാട്ട് ആർ ദ ബോഡി പാർട്ട് ദാറ്റ് ആർ എക്സാമിൻഡ് ടു ഫീൽ പൾസ്? എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ പരിശോധിച്ച് നോക്കിയാലാണ് നമുക്ക് പൾസ് അറിയാൻ കഴിയുന്നത്? ദ റിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കൈത്തണ്ട, ബോത്ത് സൈഡ് ഓഫ് ദ ഫോർഹെഡ്, നമ്മുടെ നെറ്റിയുടെ ഇരുവശങ്ങളിലായിട്ട് നോക്കണം. അതുപോലെ തന്നെ ചെസ്റ്റ്, നെഞ്ചിൽ വെച്ച് അല്ലെ സ്റ്റെതസ്കോപ്പ് വെച്ച് പരിശോധിക്കത്തില്ലേ കുഞ്ഞുങ്ങളെ. അപ്പോൾ എന്താ പൾസ് വിച്ച് ആർ ദ ബോഡി പാർട്ട് ദാറ്റ് ആർ എക്സാമിൻഡ് ടു ഫീൽ പൾസാണ്. പൾസ് സ്റ്റെതസ്കോപ്പ് അല്ല, പൾസ് നോക്കുന്നത് ഒന്നുകിൽ റിസ്റ്റ് അല്ലെ കൈത്തണ്ടയിൽ വെച്ച് അമക്കിയായിരിക്കാം, അല്ലെങ്കിൽ ചെസ്റ്റ് അല്ലേ. കറക്റ്റായിട്ട് എഴുതി എടുത്തോണം കേട്ടോ. വിച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ഡസ് ദ ഡോക്ടർ യൂസ് ടു എക്സാമിൻ ഹാർട്ട് ബീറ്റ്സ്? ഹൃദയസ്പന്ദനം മനസ്സിലാക്കാൻ ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ ഹൃദയസ്പന്ദനം മനസ്സിലാക്കാൻ ഡോക്ടർ യൂസ് ചെയ്യുന്ന എന്താ നിങ്ങളെ? സ്റ്റെതസ്കോപ്പ്. സ്പെല്ലിങ് നല്ലപോലെ അറിയണേ. സ്റ്റെതസ്കോപ്പ് കേട്ടോ. അടുത്തത് സ്റ്റെതസ്കോപ്പിൻ്റെ പിക്ചർ നമ്മുടെ ടെസ്റ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ദ ഹീറ്റ് റേറ്റ് ആൻഡ് പൾസ് റേറ്റ് ബി ദ സെയിം? വിൽ ദർ ബി എനി ചേഞ്ച് ഇൻ ദ ഹീറ്റ് അല്ല കുഞ്ഞ്, ഹാർട്ടാണ് കേട്ടോ, സോറി, ഹാർട്ട് ആൻഡ് പൾസസ് റേറ്റ് ഡ്യൂറിങ് സ്ട്രെനോസസ് ആക്ടിവിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഭയങ്കര കട്ടിയുള്ള ജോലിയൊക്കെ നമ്മൾ ചെയ്യത്തില്ല, അത് അവിടെ സ്ട്രെനോസ് എന്ന് ആക്ട് വരുന്നത്. അതായത് ഹൃദയസ്പന്ദന നിരക്കും, ഹാർട്ട് ബീറ്റ്സ് ആണ് കേട്ടോ. ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കും ആണല്ലോ. ആയാസമുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ആണോ എന്നാണ് ചോദിച്ചത് കേട്ടോ. നമ്മൾ കട്ടിയുള്ള ജോലി ചെയ്യുമ്പോഴേ നമ്മുടെ ഹൃദയമിടിപ്പും നമ്മളല്ലാതെ ഇരിക്കുമ്പോഴുള്ള ഹൃദയമിടിപ്പും തങ്ങളിൽ ഒരുപോലെയാണോ എന്നാവും നിങ്ങളെ ചോദ്യം. ആണോ? ഡ്യൂറിങ് സ്ട്രെനോസസ് ആക്ടിവിറ്റീസ് ഹാർട്ട് റേറ്റ് ആൻഡ് പൾസ് റേറ്റ് വിൽ ഇൻക്രീസ്. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ നല്ലപോലെ ഓടുകയോ എന്തെങ്കിലും അതുപോലെയുള്ള കട്ടിയുള്ള ജോലിയൊക്കെ ചെയ്യുമ്പോൾ എന്താവുന്നില്ല, അതാ ഈ ആയാസമുള്ള ജോലി എന്ന് പറയുന്നത്, സ്ട്രെനോസ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ആയാസമുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മുടെ ഹൃദയസ്പന്ദനവും പൾസും എന്നിവയുടെ നിരക്ക് വർദ്ധിക്കുന്നു എന്നാണ്, ഇവയുടെ അളവ് കൂടുന്നു എന്നാണ് കേട്ടോ. അടുത്ത 33ാമത്തെ ചോദ്യം. ഡസ് ദ ഹാർട്ട് റേറ്റ് ആൻഡ് പൾസ് റേറ്റ് വേരി വിത്ത് ഏജ് ആൻഡ് മെഡിക്കൽ കണ്ടീഷൻസ്? പ്രായം, രോഗാവസ്ഥ ഇവയനുസരിച്ച് ഹൃദയസ്പന്ദനം, പൾസ് എന്നിവയുടെ നിരക്കിൽ വ്യത്യാസം വല്ലതും വരുന്നുണ്ടോ? നിങ്ങളെ ഓരോ പ്രായത്തിൻ്റെയും വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. കൊച്ചു കുട്ടികളുടെ ആണോ പ്രായമായവരുടെ? അല്ല, ഓരോന്നിനും ഓരോ. ഹാർട്ട് റേറ്റ് ആൻഡ് പൾസ് റേറ്റ് വിൽ വേരി വിത്ത് ഏജ് ആൻഡ് മെഡിക്കൽ കണ്ടീഷൻസ്. ഓരോ പ്രായത്തിൻ്റെയും വ്യത്യാസമുണ്ട് കേട്ടോ. വ്യത്യാസം വരുന്നുണ്ടെന്ന് മാത്രം എഴുതിയാൽ മതി. അടുത്ത കാർഡിയാക്ക് വെൽനസ് എന്ന് വെച്ചാൽ ഹൃദയാരോഗ്യം. കാർഡിയാക്ക് വെൽനസ്, ഹൃദയാരോഗ്യം എന്താണ്? വാട്ട് ആർ ദ തിങ്സ് വി ഷുഡ് ടേക്ക് കെയർ ഓഫ് ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ഹാർട്ട്? ഹെൽത്തി ഹാർട്ട് എന്ന് വെച്ചാൽ എന്താ? എന്നാൽ ഹൃദയാരോഗ്യം നിലനിർത്താൻ നാം എന്തെല്ലാം ഹൃദയത്തിന് നല്ല ആരോഗ്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന്, ഹൃദയത്തെ സംരക്ഷിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നത് തന്നെ. എന്തൊക്കെ ചെയ്യണം കുഞ്ഞുങ്ങളെ? ഹൃദയത്തെ എന്നും രാവിലെ വെള്ളിക്കെടുത്ത് വെച്ച് കഴുകി തുടച്ചൊക്കെ അങ്ങനെയൊക്കെയാണോ? തുടച്ച് കുളിപ്പിച്ച് ആണോ? അല്ല. എന്ത് ചെയ്യണം? അവോയ്ഡ് റെഗുലർ ഇൻടേക്ക് ഓഫ് ഫാറ്റി ഫുഡ്. കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നത് ഒഴിവാക്കുക. അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ലിക്വർ. പുകവലി, മദ്യപാനം എന്നിവ ഒഴിവാക്കണം. എക്സർസൈസ് റെഗുലർലി. കൃത്യമായി വ്യായാമം ചെയ്യണം. ഫോളോ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ശരിയായ ആഹാരശീലങ്ങൾ പാലിക്കണം. ഇതിലേതെങ്കിലും ഒരെണ്ണമെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ? കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം. ഇപ്പം നമ്മളെന്താ, ഇപ്പം എല്ലാവർക്കും കൊഴുപ്പടങ്ങിയ ഫുഡുകൾ, അൽഫാം, മന്തി അല്ലേ, കുഴിമന്തി എല്ലാം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മതി അല്ലേ. ചോറ് കൂട്ടാനുള്ള ഇപ്പോഴത്തെ പിള്ളേർക്ക് വേണ്ട. അതെന്താ, ഇതെല്ലാം കൊഴുപ്പടങ്ങിയ ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നത് ഒഴിവാക്കണം. അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ലിക്വർ. പുകവലി, മദ്യപാനം എന്നിവ ഒഴിവാക്കണം. എക്സസൈസ് റെഗുലർലി. കൃത്യമായിട്ട് വ്യായാമം ചെയ്യണം. ഫോളോ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ശരിയായ ആഹാരശീലങ്ങൾ പാലിക്കണം. ഇൻ കേസ് ഓഫ് ഇഞ്ചുറി, ഇങ്ങനെ മുറിവുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വാട്ട് വാസ് ദ
ഫസ്റ്റ് എയ്ഡ് ക്യാൻ ഗിവൺ ടു എ പേഴ്സൺ ഹൂ ഈസ് ഇൻജേർഡ്? മുറിവ് പറ്റിയ ഒരാൾക്ക് എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? എല്ലാ വർഷത്തെയും സയൻസിനകത്തുള്ള ചോദ്യം. നമുക്ക് എന്തെങ്കിലും മുറിവ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചികിത്സ ചെയ്യേണ്ടത്? എന്താ നിങ്ങളെ? ആദ്യമേ ശുദ്ധജലം ഉപയോഗിച്ച് മുറിവ് നല്ലതുപോലെ വൃത്തിയാക്കുക. ക്ലീൻ ദ വൗണ്ട് വിത്ത് ഫ്രഷ് വാട്ടർ. പിന്നെ പ്രസ് ദ വൗണ്ട് വിത്ത് യുവർ ഹാൻഡ്. മുറിവിൽ നല്ലതുപോലെ അങ്ങ് അമർത്തി പിടിക്കാനാണ്. കാരണം എന്താണെന്ന് അറിയാം, ബ്ലഡ് കൂടുതൽ പുറത്തോട്ട് പോകാതിരിക്കാനാണ് അത് അമർത്തി പിടിക്കുക. പിന്നെ ഇഫ് ബ്ലീഡിംഗ് ഡസ് ഡോട്ട് സ്റ്റോപ്പ്, റാപ്പ് ദ വൗണ്ട് വിത്ത് എ ക്ലീൻ ക്ലോത്ത് ഓർ ബാൻഡേജ്. ശുദ്ധമായ തുണിയോ അല്ലെ ബാൻഡേജോ കൊണ്ട് മുറിവ് നല്ലതുപോലെ അങ്ങ് പൊതിയുക. പിന്നെ ഗെറ്റ് മെഡിക്കൽ ഹെൽപ്പ് ക്വിക്കിലി. വേഗത്തിൽ എന്ത് ചെയ്യുക? വെച്ച് നിരക്കിക്കൊണ്ടിരിക്കാതെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്നുള്ള മെഡിക്കൽ ഹെൽപ്പ് ക്വിക്കിലി. കേട്ടോ. 36ാമത്തെ ചോദ്യം, ബ്ലഡ് ഡൊണേഷൻ. എന്താണ് രക്തദാനം? ബ്ലഡ് ഡൊണേഷൻ ഈസ് എ വോളണ്ടറി ഡൊണേഷൻസ് ഓഫ് ബ്ലഡ് ബൈ എ പേഴ്സൺ ടു അനദർ ഓർ ഫോർ ഫർദർ യൂസ് ത്രൂ ഇറ്റ്സ് സയൻറ്റിഫിക് പ്രിസർവേഷൻ. എന്ന് വെച്ചാൽ ഒരാൾ സ്വമനസാലെ മറ്റൊരാൾക്കോ ശാസ്ത്രീയമായി സൂക്ഷിച്ച്, നമ്മളൊരു കുപ്പിയിൽ പെരയ്ക്കകത്തിരിക്കുന്ന ഒരു കുപ്പിക്കകത്തിൽ ഒഴിച്ച് കൊണ്ട് കൊടുക്കുമെന്നോ അല്ല, ഒരാൾ സ്വമനസാലെ മറ്റൊരാൾക്കോ അത് ശാസ്ത്രീയമായിട്ട് സൂക്ഷിച്ച് പിന്നീട് അത് ഉപയോഗിക്കുന്നതിനോ രക്തം നൽകുന്നതിനെയാണ് നമ്മൾ രക്തദാനം എന്ന് പറയുന്നത്. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഏകദേശം എത്ര രക്തം ഉണ്ടാകുന്ന? ഹൗ മച്ച് ബ്ലഡ് വിൽ ബി ദർ ഇൻ ദ ബോഡി ഓഫ് എ ഹെൽത്തി പേഴ്സൺ? 5.5 ലിറ്റർ ബ്ലഡ് ഒരാളുടെ ശരീരം. പെട്രോളെന്ന് തന്നെ പറയുന്നത് കേട്ടോ. നിങ്ങളെ 5.5 ലിറ്റർ രക്തമുണ്ടാകണം നല്ല ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്താണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബ്ലഡിനെ സംബന്ധിച്ചുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും 37 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഓണപരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ച് നല്ലപോലെ അറിയില്ല, നിങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ആയില്ല. അപ്പം ഏകദേശമൊക്കെ തന്നിട്ടുണ്ട്. അപ്പം പാർട്ട് 2 എന്ന് പറഞ്ഞ് ഞാൻ ബാക്കി തരാം. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, നല്ല നോട്ടാണെന്നോ എന്തെങ്കിലുമൊക്കെ എന്താണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങളെ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറഞ്ഞു കേട്ടോ. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്നൊക്കെ. ഇതിപ്പോൾ ഞാൻ ലാസ്റ്റിൽ ഇച്ചിരി സ്പീഡിൽ പോയത്, നമുക്ക് ഈ ടെസ്റ്റ് അത്രയും വായിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ 2-3 പാർട്ടായിട്ടൊക്കെ ഇടേണ്ടി വരുമെങ്കിൽ അതുകൊണ്ടാണ് കേട്ടോ ഒറ്റയടിക്ക് നിങ്ങൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സ് കമൻറ്റ് ഞാൻ നോക്കും കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.